മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലുള്ള ആഗ്രഹം കടന്നു വരികയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മഹാനുഭാവൻ അവിടുന്ന് പലസ്തീനിലേക്ക് പോകാൻ ദീർഘമായ യാത്രയാണല്ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരമാണല്ലോ, സുദീർഘമായ യാത്രയാണല്ലോ. ആ യാത്രയ്ക്ക് പറ്റുന്നതാകുന്ന എല്ലാ വിഭവങ്ങളും കരുതേണ്ടതുണ്ടല്ലോ. യാത്രയ്ക്ക് പറ്റുന്ന നല്ലൊരു വിഭവമായി ആ മഹാനുഭാവൻ കണ്ടതെന്താണെന്നറിയുമോ? കുറച്ച് ഈത്തപ്പഴം വാങ്ങാമെന്ന് കരുതുകയാണ്. കുറച്ച് ഈത്തപ്പഴം വാങ്ങാമെന്ന് കരുതി അവിടെയുള്ള കൂഫയിലുള്ള പ്രസിദ്ധമായ ഒരു മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. കുറച്ച് ഈത്തപ്പഴം വാങ്ങി യാത്രയിൽ സൂക്ഷിക്കാമല്ലോ, പോകുമ്പോ കഴിക്കാം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മഹാനുഭാവൻ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നതിന് മുമ്പ് അവിടുന്ന് കൂഫയിലെ അറിയപ്പെട്ട ഒരു ഈത്തപ്പഴ മാർക്കറ്റിൽ നിന്നും കുറച്ച് ഈത്തപ്പഴം വാങ്ങാൻ കയറുകയാണ്. ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തു ഇങ്ങനെ നോക്കുകയാണ്. ഓരോന്നും നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ. ഒരു കടയിൽ കയറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളത് കഴിച്ചു പോകും, അല്ലേ? ആരും ഫ്രൂട്ട്സ് കഴിക്കാനില്ലേ? ഫ്രൂട്ട്സ് ആരും കഴിക്കൂലേ? കഴിക്കും. ഈത്തപ്പഴ കട കയറാനും നമ്മൾ കഴിക്കും. അപ്പൊ മഹാനുഭാവൻ എന്ത് ചെയ്തു? ആ കൂഫയിലെ ആ ഈത്തപ്പഴ കടയിൽ കയറിയപ്പോ അവിടെ ഈത്തപ്പഴം തന്നെ പറയാം, അല്ലേ? ഈത്തപ്പഴ കടയിൽ കയറിയപ്പോ ഒരു ഈത്തപ്പഴം ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട ഈത്തപ്പഴം ഒരൽപ്പം കഴിച്ചു. കൊള്ളാം. അത് മനസ്സിലാക്കി എന്ത് ചെയ്തു? അതിൽ നിന്നും വാങ്ങി. മഹാനുഭാവൻ അങ്ങനെ എന്ത് ചെയ്തു? യാത്ര തിരിച്ചു. അങ്ങനെ യാത്ര തിരിച്ചു. അവിടെ നിന്ന് നേരെ ഫലസ്തീനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഫലസ്തീനിലേക്ക് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല ഫലസ്തീനിലെത്തുമ്പോൾ ശരീരത്തിന് വല്ലാത്ത ക്ഷീണമുണ്ട്, ശരീരം വല്ലാതെ തളരുന്നുണ്ട്. ആ ഫലസ്തീനിലെത്തിയിട്ടതാ സിയാറത്ത് എന്ന് പറയുന്ന വലിയ ലക്ഷ്യം മഹാനുഭാവന്റെ മനസ്സിലുണ്ട്. പടച്ചവനെ, ആ ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുമുള്ള അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ. ആ അംബിയാ മുർസലീങ്ങളെ സിയാറത്ത് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം മഹാനുഭാവന്റെ മനസ്സിലുണ്ട്. ആ സിയാറത്ത് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടേക്ക് കടന്നു പോകുന്നത്. ഫലസ്തീനിലേക്ക് ചെന്നതാ ആ പള്ളിക്കുള്ളിൽ 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മഹാനുഭാവൻ ഒന്ന് വിശ്രമിക്കുകയാണ്. പടച്ചവനെ, വിശ്രമമെല്ലാം കഴിഞ്ഞതിന് ശേഷം സിയാറത്തിന് വേണ്ടി ഇറങ്ങാമല്ലോ എന്ന് കരുതി കുറച്ച് സമയം അതാ ആ പള്ളിക്കുള്ളിൽ വിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അവിടെ നിന്ന് ഉറങ്ങിപ്പോവുകയാണ്. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണടയുന്നു. മയക്കത്തിലേക്ക് പോവുകയാണ്, ഗാഠനിദ്രയിലേക്ക് കടന്നു പോവുകയാണ്. ആ ഗാഠനിദ്രയിലതാ മഹാനുഭാവൻ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നമെന്നറിയുമോ മുസ്ലിമേ? എന്താണ് സ്വപ്നമെന്നറിയുമോ? 2 മലക്കുകളതാ മഹാനുഭാവന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. 2 മലക്കുകൾ കടന്നു വരികയാണ്. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുകയാണ്, ഈ ആള് ആരാണെന്നറിയുമോ? മറ്റേ മലക്ക് പറയുകയാണ്, ഇത് ബൽഖയിലെ സുൽത്താൻ ഇബ്രാഹിം അദ്ദേഹമല്ലേ, വലിയ മഹാനുഭാവനല്ലേ, ഒരുപാട് പ്രസിദ്ധി ആർജിച്ച മനുഷ്യനല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി മനുഷ്യന്റെ ഇബാദത്തുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ധന്യമായ ജീവിതത്തിന്റെ ഉടമയാണല്ലോ, അനുഗ്രഹീത ജീവിതത്തിന്റെ ഉടമയാണല്ലോ. ഒരു മലക്ക് അവിടെ നിന്ന് പറയുമ്പോൾ ആ മറ്റേ മലക്ക് പറയുകയാണതെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഈ മനുഷ്യനതാ കൂഫയിൽ നിന്നും അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അവിടുത്തെ ഈത്തപ്പഴക്കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഈ ഫലസ്തീനിലെ മണ്ണിലേക്ക് എത്തുന്നത് വരെ ഈ മനുഷ്യൻ ചെയ്ത ഇബാദത്തുകളെല്ലാം അല്ലാഹു തള്ളിയിരിക്കുകയാണ്. അല്ലാഹു ഇതൊന്നും ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. ആ കൂഫയിൽ നിന്നും യാത്ര തിരിച്ചത് മുതൽ ഈ ഫലസ്തീനിലേക്ക് എത്തിയത് വരെ ഈ മനുഷ്യൻ ചെയ്ത ഇബാദത്തുകളൊന്നും അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. ഒന്നും അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മലക്ക് ചോദിക്കുകയാണ്, അതെന്താണ് അതിന്റെ കാരണം? ഈ മനുഷ്യന്റെ ഇബാദത്തുകൾ സ്വീകരിക്കാത്ത കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് മറ്റേ മലക്ക് പറഞ്ഞു
കൊടുക്കുകയാണ്. ഇദ്ദേഹം അതാ കൂഫയിലെ പ്രസിദ്ധമായ ഒരു മാർക്കറ്റിൽ കയറി അവിടെ ഈത്തപ്പഴം വാങ്ങിയല്ലോ. ആ ഈത്തപ്പഴം വാങ്ങുന്ന സമയത്ത് ആ കടക്കാരന്റെ മുതലാളിയുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ഇദ്ദേഹം ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ട്. അതിന്റെ പൊരുത്തം ചോദിച്ചിട്ടില്ല, അതിന്റെ അനുവാദം വാങ്ങിയിട്ടില്ല. പടച്ചവൻ അതുകൊണ്ട് സ്വീകരിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഒരു അമലും അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹമതാ ഞെട്ടി ഉണരുകയാണ്. ക്ഷീണമെല്ലാം മാറുകയാണ്. കണ്ണുകൾ തിരുമി തുറക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുവേ, ഞാൻ എന്താണ് ഈ കണ്ടത്? പെട്ടെന്ന് തന്നെ അതാ മഹാനുഭാവൻ വന്ന ലക്ഷ്യം പോലും മറന്നുകൊണ്ടതാ കുതിരപ്പുറത്തേക്ക് കയറുകയാണ്. കുതിരപ്പുറത്തേക്ക് കയറിയിട്ട് പ്രിയപ്പെട്ടവരെ, അതിവേഗം അതാ കൂഫയിലേക്ക് പുറപ്പെടുകയാണ്. ഫലസ്തീനിൽ നിന്നും കൂഫയിലേക്ക് പുറപ്പെടുകയാണ്. എന്തിനാണെന്നറിയുമോ? മഹാനുഭാവന്റെ മനസ്സുകൊണ്ട് മന്ത്രിക്കുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, പടച്ചവനെ, എന്നെ നീ കൂഫയിലെത്തുന്നത് വരെ മരിപ്പിക്കല്ലേ അല്ലാഹ്. എന്റെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാഹ്. ആ ഈത്തപ്പഴക്കടക്കാരനെ കാണുന്നത് വരെ, ആ മുതലാളിയെ കാണുന്നത് വരെ എന്റെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാഹ്. അദ്ദേഹത്തിനോട് പൊരുത്തം ചോദിക്കുന്നത് വരെ എന്റെ റൂഹ് നീ പിടിച്ചു കളയല്ലേ അല്ലാഹ്. പടച്ചവനെ, പെട്ടെന്നതാ മഹാനുഭാവൻ കൂഫയിലെത്തുകയാണ്. എന്നിട്ടതാ ഈത്തപ്പഴക്കടക്കാരനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്നോട് മാപ്പാക്കണേ, അറിയാതെ ഞാൻ ഈ കടയിൽ നിന്നും ഒരു ഈത്തപ്പഴം ഞാൻ ഭക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്നോട് ദേഷ്യപ്പെടല്ലേ, നാളാഖിറത്തിലേക്ക് മാറ്റിവെക്കല്ലേ. എനിക്ക് എന്റെ പടച്ചവന്റെ തൃപ്തിയാണ് വലുത്. അതിന്റെ ഉള്ളിൽ കിടന്നാൽ എന്റെ ഇബാദത്തൊന്നും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണേ എന്ന് ചോദിക്കുമ്പോൾ ആ ഈത്തപ്പഴക്കടക്കാരനുണ്ടല്ലോ, അദ്ദേഹം അത്ഭുതപ്പെട്ടു പോകുകയാണ്. പടച്ചവനെ, എന്തൊരു മനുഷ്യനാണല്ലോ. എത്രയോ മനുഷ്യന്മാർ എന്റെ കടയിൽ കയറാറുണ്ട്. അവർ പല ഈത്തപ്പഴവും വാരി കഴിക്കാറുണ്ട്. എന്നോട് അനുവാദം ചോദിച്ചിട്ടില്ല. ഇതെന്തൊരു മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ സൂക്ഷ്മത അത്രത്തോളം ഉണ്ട്.